മതേതര ജനാധിപത്യ ബദൽ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയം അതിൽ നായകൻ രാഹുൽ ഗാന്ധിയാണല്ലോ. ആ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായ രൂപത്തിലുള്ള നീക്കം നടത്തിയത് ആ മതേതര ജനാധിപത്യ ബദലിൻ്റെ ആ വേദി തകർത്തത് ശ്രീമാൻ പിണറായി വിജയൻ, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അവർ തെരഞ്ഞെടുത്താക്കിയ പോളിംഗ് ബ്യൂറോ മെമ്പർമാരാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ അവിടുത്തെ നിലപാട്, പോളിംഗ് ബ്യൂറോയിൽ അവിടുത്തെ നിലപാട്, ആ നിലപാട് കേരളത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ അത് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ വിഘാതം സൃഷ്ടിച്ചത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഊർജിതമായി അതുമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സമീപനമല്ല അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യത്തെ തകർത്തത് ശ്രീമാൻ പിണറായി വിജയൻ, ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാര്യം ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനമഹായാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അന്ന് ജാഥയുടെ നായകനെന്ന ബന്ധം ഞാൻ പറഞ്ഞ കാര്യം പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 2020 സീറ്റും കോൺഗ്രസ് ജനാധിപത്യ മുന്നണികൾ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഐക്യ ജനാധിപത്യ കക്ഷിയിലെ മുഴുവൻ ഘടകകക്ഷി നേതാക്കന്മാരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ കൂടെ കൂട്ടായ തീരുമാനമാണിത്. അതുപോലെ തന്നെ കോൺഗ്രസ് സമുന്നത നേതാക്കന്മാരെല്ലാം ആലോചിച്ച ശേഷമാണ് രാഹുൽജിയുടെ മുമ്പാകെ ഞങ്ങൾ ഈ പ്രൗഢമായ ഞങ്ങളുടെ അഭിപ്രായം വെച്ചത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ എതിരഭിപ്രായം പറഞ്ഞില്ല എന്നുകൊണ്ട് തന്നെ ദീർഘവർഷമായി നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയോടൊപ്പം, അത് കഴിഞ്ഞ് രാജീവ്ജിയോടൊപ്പം, അത് കഴിഞ്ഞ് സോണിയാജിയോടൊപ്പം, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച അസുലഭമായൊരു സന്ദർഭം ലഭിച്ച ഒരു സന്ദർഭത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ദക്ഷിണേന്ത്യയുടെ ഈ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന കാര്യം. ഏത് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കണം, അത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ എന്ന് മാത്രമേ എനിക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം അദ്ദേഹം വയനാട് നിയോജകമണ്ഡലത്തെക്കുറിച്ച് പഠിച്ച ശേഷം അദ്ദേഹം അത് അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്ന സന്തോഷം ഞാനിവിടെ പങ്കുവെക്കട്ടെ. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഒന്നായിട്ടാണ് ഈ കാര്യം അവതരിപ്പിച്ചത്. ആ കാര്യം അവതരിപ്പിക്കും മുമ്പ് തന്നെ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ സമ്മന്നതനായ നേതാവ് ശ്രീമാൻ എ കെ ആന്റണി അവരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമാണ് ഞങ്ങൾ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഘടകകക്ഷി നേതാക്കന്മാരെ എല്ലാം തന്നെ ഞാൻ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ തന്നെ ഇത് നല്ല അഭിപ്രായമാണ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ തന്നെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഈ തരമൊരു തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചത്. ഓക്കെ, ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞല്ലോ, അറിയില്ല, അത് നിങ്ങൾ തീരുമാനിക്കുക. അതേക്കുറിച്ചൊക്കെ ഞാൻ യഥാസമയം ഞാൻ പറഞ്ഞിരിക്കും. CPM-നെതിരെ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ദേശീയ തലത്തിൽ തന്നെ എന്നുള്ളത് കൂടിയാണോ ഇവിടെ വന്ന് രാഹുൽ മത്സരിക്കുന്നതിന്റെ സന്ദേശം? അതേക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതേതര ജനാധിപത്യ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തകർത്തത്, അത് പരാജയപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. അതിന് നേതൃത്വം ശ്രീമാൻ പിണറായി വിജയൻ, ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ. അത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശത്രു BJP ആണോ CPM ആണോ? ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റിനെ പരാജയപ്പെടുത്താൻ കേരളത്തിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ പരാജയങ്ങൾ അത് തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം. അത് ഇന്നല്ല, എല്ലാ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊരു പുതുമയുമില്ല. ഞങ്ങളുടെ നിലപാട് അത് തന്നെയായിരിക്കും. കേരളത്തിൽ ആരെയാണ് നേരിടുന്നത്? ഞങ്ങളുടെ മുഖ്യ ശത്രു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിൽ നരേന്ദ്രമോദിയെയും ആ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാടാണ് ശ്രീമാൻ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ് അമേഠിയിൽ നിന്ന് അദ്ദേഹം പേടിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ്താവന. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് പിണറായി വിജയന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ മനസ്സ് സംഘപരിവാറിന്റെ മനസ്സാണ്.